ഹായ് ഓൾ, വെൽക്കം ടു അഞ്ജു സ്വീറ്റ് ഹോം. ഇന്ന് നമുക്ക് ആലിയ ഭട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്ക്, ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള മിൽക്ക് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇന്നിവിടെ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നതും എയർ ഫ്രയറിൽ ചെയ്യുന്നതും എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ സ്റ്റൗ ടോപ്പിൽ ഇതുപോലെ ഒരു അലുമിനിയം പാത്രമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതിന് കണക്കായിട്ടുള്ള ഒരു അടപ്പും എടുക്കണം. ഇതുപോലൊരു റിങ് ഞാൻ എൻ്റെ ഉള്ളിൽ ഇറക്കി വയ്ക്കുന്നുണ്ട്. നമ്മൾ ചൂടാവുന്ന പാത്രമൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ലേ, അത്തരത്തിലൊരു റിങ്. ഇനി ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. അതിന് പാകമായിട്ടുള്ള ഒരു അടപ്പ് വെച്ച് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് അതുപോലെ തന്നെ എയർ ഫ്രയറിൽ 180 ഡിഗ്രിയിൽ നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അത് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 180 ഡിഗ്രി സെറ്റ് ചെയ്തു. ഇനി ഒരു 5 മിനിറ്റ് എയർ ഫ്രയറും നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് രണ്ടും പ്രീ ഹീറ്റ് ആവുന്ന നേരം കൊണ്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കേക്ക് ടിൻ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഞാൻ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരല്പം സൺഫ്ലവർ ഓയിൽ ഇതുപോലെ നന്നായിട്ട് എല്ലാ വശത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ബട്ടർ പേപ്പറിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് ആ ബ്രഷ് കൊണ്ട് തന്നെ ഒന്ന് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഒരല്പം മൈദമാവിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് എക്സ്ട്രാ മൈദമാവ് കൊട്ടിക്കളഞ്ഞാൽ മതി. നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അതിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് തരി പഞ്ചസാരയാണേ, 1/4 കപ്പ്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് എടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദാമാവാണ് വേണ്ടത്. അത് ഇതുപോലെ നമ്മൾ ലെവൽ ചെയ്താണ് എടുക്കുന്നത്. ഞാൻ അടയാൻ എളുപ്പത്തിന് അരിപ്പിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ മൈദാമാവിൽ നിന്നും 1.5 ടേബിൾ സ്പൂൺ മൈദാമാവ് നമുക്കതിൽ നിന്ന് മാറ്റിയിട്ട് പകരം കോൺഫ്ലോർ 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. അതായത് 1.5 ടേബിൾ സ്പൂൺ മൈദാമാവ് മാറ്റിയിട്ട് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ് വേണ്ടത്. എൻ്റെ കയ്യിലിരിക്കുന്ന 1/4 ടീസ്പൂണിൻ്റെ അളവായതുകൊണ്ട് ഞാനൊരു 4 പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതും ഇതുപോലെ ലെവൽ ചെയ്താണ് എടുക്കുന്നത്. എന്ത് സാധനം എടുത്താലും ലെവൽ ചെയ്തെടുക്കുക കേക്ക് ഉണ്ടാക്കുമ്പോൾ. അതുപോലെ മെഷർമെൻറ്റ്സ് എപ്പോഴും കറക്റ്റാക്കി ഇരിക്കാനും ശ്രദ്ധിക്കണം. അടുത്തത് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂണാണ് വേണ്ടത്. ഇത് 1/4 ടീസ്പൂണിൻ്റെ അളവായതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തലവെട്ടി ലെവൽ ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഈ പൊടികളെല്ലാം കൂടെ തന്നെ നമുക്ക് നന്നായിട്ട് ഇടഞ്ഞെടുക്കണം. ഒരു പ്രാവശ്യമല്ല, ഒരു 3-4 പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒന്ന് ഇടഞ്ഞെടുക്കണം. അങ്ങനെ ഇടഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് പൊടികളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയാണ് വേണ്ടത്. അതിന് ഒരു മിക്സിയുടെ ജാർ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ആണ് വേണ്ടത്. വാനില എസൻസ് 1.5 ടീസ്പൂണാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ 1/4 ടീസ്പൂൺ ആയതുകൊണ്ട് തന്നെ ഞാൻ 1.5 ടീസ്പൂൺ ആവാനായിട്ട് 6 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ, സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. സൺഫ്ലവർ ഓയിലിന് പകരം വേണമെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിക്കാം. എന്തായാലും വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്, രുചി മാറിപ്പോവും. അപ്പോൾ ഇതും നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ അതും നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാരയാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം അതിട്ട് കൊടുക്കാം. അതിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പാച്ചുല കൊണ്ടോ തടിത്തവി ഉപയോഗിച്ചോ ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇടഞ്ഞു വച്ചിരിക്കുന്ന മാവില്ലേ, അത് ഒരു 2-3 പ്രാവശ്യമായിട്ടിട്ട് ഇതുപോലെ ഈ കൂട്ടിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മുഴുവൻ മാവും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മാവെല്ലാം ബാറ്ററെല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൽ ഒഴിക്കുമ്പോൾ 1/2 ഭാഗം ഒഴിക്കാൻ ശ്രദ്ധിക്കുക, നിറഞ്ഞു പോവരുത്. കാരണം ഇത് ബേക്ക് ആകുമ്പോഴത്തേക്ക് പൊങ്ങും.
പൊങ്ങുമ്പോൾ ഓവർഫ്ലോ ആവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്യാസ് സ്റ്റൗവ് നന്നായിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്, പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കേക്ക് ടിന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കറക്റ്റ് അളവിനുള്ള മൂടി വെച്ച് ഒരു 25 മിനിറ്റാണ് വേവിക്കേണ്ടത്. അപ്പോൾ സിമ്മിലിട്ട് വേണം വേവിക്കുക. ഇത്രയും നേരം നമ്മൾ തീ കൂട്ടി വെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ സിമ്മിലാക്കിയിട്ടുണ്ട്. 25 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. നമ്മുടെ എയർ ഫ്രയറും ദേ പ്രീ ഹീറ്റ് ആയിരിപ്പുണ്ട്. അപ്പോൾ അതിലും വേറൊരു ടിന്നിൽ ബാറ്റർ ഒഴിച്ച് ദേ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ 180 ഡിഗ്രിയിലാണ്. 180 ഡിഗ്രിയിൽ ആദ്യം 15 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് നമുക്ക് കൂട്ടി കൊടുക്കാം. 25 മിനിറ്റ് ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലുള്ളതായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് കണ്ടിട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു സ്ക്യൂവറോ ഒരു ഇതുപോലെ പപ്പടം കുത്തുന്ന കമ്പിയോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. കുത്തിയിട്ട് തിരിച്ചെടുക്കുമ്പോൾ അതിൽ മാവൊന്നും ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ നമ്മുടെ കേക്കൊന്നും ഒട്ടി വരുന്നില്ല, ബാറ്ററൊന്നും ഒട്ടി വരുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് വെച്ച് തണുക്കാൻ വയ്ക്കാം കേട്ടോ. നന്നായി ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചൂടാണ്. അപ്പോൾ ഇനി നമുക്ക് എയർ ഫ്രയർ നോക്കാം. എയർ ഫ്രയറിൽ 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മൊത്തം 25 മിനിറ്റായി. നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. നമുക്കിതും കേക്ക് എടുക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെടുത്ത് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ അത് കേക്ക് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് കേക്കിൽ ഒഴിക്കാനുള്ള സോക്ക് ചെയ്യാനുള്ള ഒരു പാൽ കൊണ്ടുള്ള ഒരു മിക്സ്ചറിലാണ് സോക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് 1 കപ്പ് പാലാണ് വേണ്ടത്. ആദ്യം ഞാനൊരു വലിയ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് പാല്, പശുവും പാല്, സാദാ പാല്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡോ ഏതാണെന്ന് വെച്ചാൽ കണ്ടൻസ്ഡ് മിൽക്ക് 1/4 കപ്പാണ്. ഇത് 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പും ഇത് 1/4 കപ്പിൻ്റെയും, അങ്ങനെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതേ അളവിൽ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടെ ഇട്ട് കൊടുക്കണം. അതായത് 1/4 കപ്പിൽ. അപ്പോൾ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കേക്കിൻ്റെ മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു പിച്ചാത്തി വെച്ച് ഇതുപോലെ ഒന്ന് സൈഡ് വിടുവിച്ച് കൊടുക്കുക. അപ്പം വരുവാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് ബട്ടർ പേപ്പർ മാറ്റുക. അത് നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. അപ്പോൾ മുകൾ ഭാഗം ഒരല്പം കറുത്തിരുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണേ. പിന്നെ നമുക്ക് ആലിയ കേക്ക് ചെയ്യാൻ ഇതുപോലെ കുഴിവുള്ള ഒരു പ്ലേറ്റാണ് വേണ്ടത് കേട്ടോ. സൈഡൊക്കെ നല്ല സോഫ്റ്റാണ്. സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ സൈഡൊന്നും കട്ട് ചെയ്യുന്നില്ല. സോഫ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ സൈഡ് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പം നമുക്ക് ഈ പ്ലേറ്റിൻ്റെ ലെവലിൽ നമുക്ക് ഒന്ന് കേക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പീസ് അങ്ങ് മാറ്റാം. വിപ്പിംഗ് ക്രീമൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റിയത്. അല്ലാതെ ഉപയോഗിക്കാനാണെങ്കിൽ അത് മതിയാവും. ഇനി നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. നമ്മൾ ഈ ഒഴിക്കുന്ന മിൽക്കിൻ്റെ സിറപ്പ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഉള്ളിലോട്ടൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം 5-6 പ്രാവശ്യം അവിടെ ഇവിടെയായിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഈ പാലിൻ്റെ മിക്സ്ചർ നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ഒരു 2 സെക്കൻഡ് വെക്കുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് ഉള്ളിലോട്ട് പിടിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൽക്കിൻ്റെ സിറപ്പില്ലേ, അത് ഒരു 1/4 ഭാഗത്തോളം ഇങ്ങനെ ഒഴിച്ച് ഈ കേക്കൊന്ന് കുതിർത്തെടുക്കുക. നന്നായിട്ട് സൈഡിലും ഒക്കെ ആക്കി കുതിർത്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് പാലിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. ബാക്കി 1/4 ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഡെക്കറേഷൻ ഉപയോഗിക്കാനാണ്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് വെള്ളം ഒന്നുമില്ലാത്ത ഒരു ബൗളും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീറ്റ് ചെയ്യാനുള്ള ബ്ലൈഡുകളും വെള്ളമൊന്നുമില്ലാതെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം, നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. ഇനി ബീറ്റർ ഇല്ലെങ്കിലും വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മൾ ഫോർക്കില്ലേ,
അത് വെച്ചൊന്ന് അടിച്ച് പതപ്പിച്ചെടുത്താൽ മതി. പക്ഷേ കുറച്ച് സമയമെടുക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തുടക്കക്കാർക്ക് പറയുകയാണ്, വിപ്പിംഗ് ക്രീം വിപ്പായോ ഇല്ലേന്നറിയാൻ ഇതുപോലെ ഒന്ന് കമത്തി വെക്കുക. അപ്പോൾ അത് ഒരു ശകലം പോലും അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ വിപ്പായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇനി നമുക്കിത് ഈ ക്രീം നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡിലും ഒക്കെ ആയിട്ട് നമ്മുടെ ആ പ്ലേറ്റിൻ്റെ ലെവലിൽ നമ്മളിതുപോലെ കേക്കൊന്ന് പാലറ്റ് നൈഫ് വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് പ്ലേറ്റിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ. പാലറ്റ് നൈഫ് ഇടയ്ക്കിടയ്ക്കൊന്ന് ടിഷ്യൂ പേപ്പറിൽ തുടച്ചു കൊടുത്താൽ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതുപോലെ ഒരു നൈഫ് വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നൈഫ് ഓരോ പ്രാവശ്യവും ഒരു ടിഷ്യൂ പേപ്പറിൽ തുടച്ചിട്ട് വേണം അടുത്ത കട്ട് ചെയ്യാൻ. പിന്നെ നമുക്കിത് ഡെക്കറേഷനിൽ സ്ട്രോബെറിയും ബ്ലൂബെറിയും ആണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 4 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. 8 പീസസ് കേക്ക് ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതെങ്ങനെയാണ് ഇതിൽ ഓരോ പീസിലും വെച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം. ഈ പകുതി പീസില്ലേ, ഈ പകുതി പീസ് വീതം എടുത്ത് ഇതുപോലെ ഓരോ പീസിൻ്റെയും താഴ്ഭാഗത്തായിട്ട് സ്ട്രോബെറി വെച്ച് കൊടുക്കാം. അങ്ങനെ 8 പീസിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബ്ലൂബെറിയാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ബ്ലൂബെറി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രേപ്സ് ഇല്ലേ, മുന്തിരിങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അതും ഇതുപോലെ എല്ലാത്തിലും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം ഇതുപോലെ എടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ബാലൻസ് വെച്ച ആ പാലിൻ്റെ മിക്സ്ചർ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൽ മുക്കി കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. 2 മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ അഞ്ജു സ്വീറ്റ് ഹോം കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതെനിക്ക് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.